പ്രിയപ്പെട്ട മോംസ് ഓഫ് ഏഞ്ചൽസ് അമ്മമാരെ, നമ്മുടെ കോഴ്സിൻ്റെ ഡേ 5ലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നെഗറ്റീവ് ചിന്തകളെ സ്റ്റോപ്പ് ചെയ്യാൻ പഠിച്ചു. ഇനി നമ്മുടെ വൈബ്രേഷൻ ഏറ്റവും വേഗത്തിൽ ഉയർത്തുന്ന ഒരു മാന്ത്രിക വിദ്യയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതാണ് കൃതജ്ഞത അഥവാ ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ജീവിതത്തിലേക്ക് ആകർഷിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണെന്നോ? ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുക. കൂടുതൽ വ്യക്തമാക്കാൻ ഒരു ഉപമ പറയാം. ഒരു സുഹൃത്തുമായുള്ള ബന്ധം. നിങ്ങൾ നിങ്ങളുടെ ഒരു സുഹൃത്തിനെ എപ്പോഴും കുറ്റപ്പെടുത്തുകയും അവരുടെ കുറവുകൾ മാത്രം പറയുകയും ചെയ്താൽ ആ സുഹൃത്ത് നിങ്ങളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുമോ? ഇല്ല. അതുപോലെയാണ് ഈ ലോകവും. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള കാര്യങ്ങളെ, അതായത് സന്തോഷം, ആരോഗ്യം, സാമ്പത്തികം തുടങ്ങിയ എന്തുമാവട്ടെ, അതിനെ നിങ്ങൾ ശ്രദ്ധിക്കുകയും നന്ദി പറയുകയും ചെയ്താൽ അതുപോലുള്ള കൂടുതൽ നല്ല കാര്യങ്ങളെ ലോകം നിങ്ങളുടെ അടുത്തേക്ക് അയച്ചു തരും. നമ്മളിപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലോ ആരോഗ്യ പ്രശ്നങ്ങളിലോ ആയിരിക്കാം. അത് മാറ്റാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള കുറവുകളിലല്ല, ഉള്ള നന്മകളിൽ ശ്രദ്ധിക്കുക എന്നതാണ്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് നല്ലൊരു വീടുണ്ട്, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ട്. ഈ ചെറിയ കാര്യങ്ങൾക്ക് നന്ദി പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ സന്തോഷത്തിന്റെ ഒരു ഉയർന്ന വൈബ്രേഷൻ ഉണ്ടാകുന്നു. ഈ വൈബ്രേഷൻ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും ആരോഗ്യവും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന സാഹചര്യങ്ങളെ ആകർഷിക്കാൻ തുടങ്ങും. ഇനി ഇന്നത്തെ ടെക്നിക്ക് എന്താണെന്ന് നോക്കാം. 3 തിങ്സ് ജേർണലിംഗ്. ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് ഒരു ശീലമാക്കി മാറ്റാൻ സഹായിക്കുന്ന ലളിതമായ ടൂളാണ് 3 തിങ്സ് ജേർണലിംഗ്. ഇതിനെ നമുക്കൊരു നിധിവേട്ട പോലെ സങ്കല്പിക്കാം. ഒരു നിധിവേട്ടക്കാരൻ നിധിക്ക് വേണ്ടി തിരയുന്നത് പോലെ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ 3 നല്ല നിധികൾ കണ്ടെത്തി എഴുതണം. അതിനു വേണ്ടിയുള്ള ഇന്നത്തെ പ്രാക്ടീസ് പറഞ്ഞു തരാം. ഇന്നത്തെ 3 നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയുക. ഇത് ചെയ്യുവാൻ രാത്രി കിടക്കുന്നതിന് മുമ്പാണ് ഏറ്റവും ഉചിതം. നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു ചെറിയ നോട്ട്ബുക്കിലോ ഫോണിലോ ഇന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ടായ 3 നല്ല കാര്യങ്ങൾ എഴുതുക. അത് ഭർത്താവ് ഒരു കപ്പ് ചായ തന്നതാകാം, കുട്ടികൾ ഇന്ന് വാശി കാണിക്കാതെ ഭക്ഷണം കഴിച്ചതാകാം, അല്ലെങ്കിൽ ഈ ക്ലാസ് കേൾക്കാൻ 10 മിനിറ്റ് സമയം കിട്ടിയതാകാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഓരോ കാര്യത്തിനും നന്ദി പറയുമ്പോൾ ആ സന്തോഷം നിങ്ങളുടെ ഹൃദയത്തിൽ അനുഭവിക്കുക, അതായത് ഫീൽ ചെയ്യണം. ഓർക്കുക, നിങ്ങൾക്ക് ഇപ്പോൾ എന്തെല്ലാം ഉണ്ടോ അതിന് നന്ദി പറയുമ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന കൂടുതൽ നല്ല കാര്യങ്ങളെ ആകർഷിക്കാനുള്ള കാന്തമായി നിങ്ങൾ മാറും. ഇന്നു മുതൽ നിങ്ങളുടെ മനസ്സിന്റെ ശ്രദ്ധ ഇല്ലാത്തതിലേക്കല്ല, നമുക്ക് ഉള്ളതിലേക്ക് തിരിക്കുക. നിങ്ങൾ ഇന്ന് നന്ദി പറഞ്ഞ 3 കാര്യങ്ങളിൽ ഒന്ന് കമന്റിലൂടെ പങ്കുവെക്കുകയാണെങ്കിൽ ഈ പോസിറ്റീവ് എനർജി നമുക്ക് മറ്റുള്ളവർക്ക് നൽകാം. നാളെ നമ്മൾ ഭയം എന്ന വികാരത്തെ എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് പഠിക്കും. അതുവരെ എല്ലാവർക്കും കൃതജ്ഞത നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു. ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും എത്തിക്കുക. താങ്ക് യു.